ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാർഗമല്ലല്ലോ സാർ, ലക്ഷ്യമല്ലേ പ്രധാനം. ലക്ഷ്യം പോലെ മാർഗവും ശുദ്ധമായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് ചെയ്തു തീർത്തിട്ടേ ഇവക്ക് സമാധാനം ഉണ്ടാവും. അത് ഇവളുടെ ഒരു രീതിയാണ്. പിന്നെന്തിനാ സച്ചേട്ടൻ എന്നാ ഹോളിൽ പോയി കിടന്നുറങ്ങിയത്? ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അമ്മയെ വിളിച്ചു വരുത്തിയത്. ഞാൻ ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കട്ടെ. നിക്കേ ആദി, നീ ഇത് അവർക്ക് കൊണ്ട് കൊടുക്ക്. ബാക്കിയുള്ള ഞാൻ കൊണ്ടുവരാം. മോളെ, നിങ്ങളെ 2 പെൺമക്കളെയും പ്രസവിച്ചത് ഞാനാ. നിങ്ങളുടെ ഉള്ളിലെ വേദന അമ്മയ്ക്കല്ലാതെ പിന്നെ വേറെ ആർക്കും അറിയാൻ പറ്റുക? നോക്ക്, ഈ പ്രശ്നങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരായി ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല മോളെ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന് ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ പറഞ്ഞാൽ അത് 100% കള്ളത്തരവാ. അമ്മയ്ക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു വഴക്കും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് പോവരുത്. ഭർത്താവോ ഭാര്യയോ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാ കുടുംബജീവിതത്തിലും. ഒരു നിമിഷത്തെ വിട്ടുവീഴ്ചയില്ലായ്മയാ പലരുടെയും ജീവിതം തൊലിക്കുന്നത്. അതുപോലെ ആവരുത് നിന്റെ ജീവിതമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. അമ്മമാരോട് പറയാൻ പറ്റാത്തതായി പെമ്മക്കൊക്കെ എന്താടിയുള്ളത്? ഞാൻ അങ്ങനെയല്ലേ നിങ്ങളെ 2 പേരെയും വളർത്തിയത് അല്ലേ? സച്ചിയും നീ തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ടാ ഓടിപ്പാഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് അവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ. അമ്മ ഇങ്ങനെ കരയാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ദുരന്തം വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടെ ഇരച്ചു കയറി വരും. പിന്നെ വരുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അതങ്ങനെയാ. സച്ചിയുടെ അവസ്ഥ കൂടെ നീ മനസ്സിലാക്കണം മോളെ. സ്വന്തം വീടും കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ കുടുംബം ഇനി എങ്ങനെ പോറ്റണമെന്നൊരു ചിന്തയാ അവന്റെ മനസ്സിലിപ്പോ. മനസ്സ് നഷ്ടപ്പെട്ട് നിൽക്കുന്നവനെ മോളായിട്ട് കൂടുതൽ വേദനിപ്പിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും കൊണ്ട് മാത്രമേ ഇനി ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ പറ്റൂ. മോളെ, അമ്മ സച്ചിയോട് സംസാരിക്കട്ടെ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ, അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ നിങ്ങൾ തമ്മില്? അമ്മ വളർത്തിയ കുട്ടി തന്നെയാ ഞാൻ. എന്റെ ഭർത്താവും കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഈ ലോകത്ത് മറ്റെന്തും. അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും ഒരു സ്ത്രീക്ക് ഭർത്താവിനേക്കാളും വലുതല്ല. അറിയാം എനിക്ക് ആ കാര്യമൊക്കെ. സാധാരണ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ഒക്കെ ഇടപെട്ട് തീർക്കും.
എന്നാ ചില കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്ക് ആരോടും പറയാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ അവൾക്ക് മാത്രമേ സാധിക്കൂ. അമ്മ വിഷമിക്കണ്ട. സമയമാകുമ്പോ ഞാനത് പരിഹരിച്ചോളാം. ദയവേത് അമ്മ ഇനി ഇത് പോയി സച്ചിനോട് ചോദിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റരുത്. എല്ലാ പ്രശ്നവും ഞാൻ തന്നെ പരിഹരിച്ചോളാം. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടനെ തീരുമെന്നാണ് മോള് പറയുന്നത്? അങ്ങനെ ചോദിച്ചാ അതെനിക്കറിയില്ല. ചിലപ്പോ ഉടനെ പരിഹരിച്ചേക്കാം, ചിലപ്പോ ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയില്ലെന്നും വരും. ഇതൊരു ടോക്കൺ മാത്രമാണ്. അവര് തരുന്നതിന്റെ 10 ഇരട്ടി പണം ഞാൻ തരും. അല്ലെങ്കിൽ സാർ ചോദിക്കുന്ന അത്രയും പണം. സാറ് ഞങ്ങളെ സഹായിക്കണം. എനിക്ക് വേണ്ടി ഈ കേസ് സാറ് വാദിക്കണം. അപ്പോ കേട്ടതിലൊന്നും അതിശയമില്ല. സാറ് എന്താ എന്നെ കുറിച്ച് കേട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരെ വാ നേരെ പോ, അതാ എന്റെ രീതി. അതുകൊണ്ടാണല്ലോ ആ സ്വത്തെല്ലാം നിങ്ങൾ ചതിയിലൂടെ എഴുതി വാങ്ങിച്ചത്, അല്ലേ? മാർഗമല്ലല്ലോ സാർ, ലക്ഷ്യമല്ലേ പ്രധാനം. ലക്ഷ്യം പോലെ മാർഗവും ശുദ്ധമായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് ചെയ്തു തീർത്തിട്ടേ ഇവക്ക് സമാധാനം ഉണ്ടാവും. അതേപോലുള്ള ഒരു രീതിയാണ്. ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചില്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. സർ, ഇതൊന്നും ചതിയിലൂടെ ഞാൻ പിടിച്ചു വാങ്ങിയതല്ല. എനിക്ക് അർഹതപ്പെട്ട സ്വത്താണ്. എന്റെ അച്ഛനെ ചതിച്ച് സേതുമാധവൻ സ്വന്താക്കിയത് അയാളിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങി. അതിന് ചതിയെന്ന് പറയാൻ പറ്റുമോ? അതിനാണ് ഈ രാജ്യത്ത് നിയമമുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കോടതി പോയില്ല? ആ മാറ്റർ നമുക്ക് വിടാം സാർ. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.